നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന ഓപ്പൺ ഹൌസിൽ 124 പരാതിക്കാർ, കൂടുതലും പാസ്പോർട്ട് തൊഴിൽ സംബന്ധമായത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. ഹജ്ജ് സീസണ് മുന്നോടിയായി സൗദി അറേബ്യയിലെ റോഡുകൾ നവീകരിക്കുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ തകരാറിലായ ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ 3 ഇന്ന് തുറന്നു. അബ്ദുൾ റഹീമിന്റെ മോചനം. ഗവർണറേറ്റിന്റെ നിർദ്ദേശത്തിന് കാത്ത ഇന്ത്യൻ എംബസി പണം കൈമാറുക സർട്ടിഫൈഡ് ചെക്കായി. എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈറ്റ് കൊച്ചി സെക്ടറിലേക്ക് ജൂൺ മുതൽ ആഴ്ചയിൽ 3 സർവീസ് ആരംഭിക്കുന്നു. UAE വിദേശയാത്രകൾക്കായി UAE നിവാസികൾ ഈ വർഷം 12,000 കോടി ചെലവഴിക്കുമെന്ന് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൌൺസിൽ. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന ഓപ്പൺ ഹൌസിൽ 124 പരാതിക്കാർ, കൂടുതലും പാസ്പോർട്ട് തൊഴിൽ സംബന്ധമായത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഷാർജയിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ 124 പേർ പരാതികൾ സമർപ്പിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവന്റെ നേതൃത്വത്തിൽ കോൺസുലേറ്റിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പരാതി കേൾക്കാനെത്തിയിരുന്നു. മലയാളികൾ കൂടാതെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനക്കാരും പരാതി സമർപ്പിക്കാനെത്തി. ചില പരാതികൾക്ക് തത്സമയം പരിഹാരം നിർദ്ദേശിച്ചു. ബാക്കിയുള്ളവ വരും ദിവസങ്ങളിൽ കോൺസുലേറ്റിൽ വെച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. ഒട്ടേറെ മലയാളി കുടുംബങ്ങളും കോൺസുലേറ്റ് ജനറലിനോട് നേരിട്ട് പരാതി സമർപ്പിക്കാനെത്തിയിരുന്നു. വീട്ടുജോലിക്കാരായ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വിസ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള തർക്കങ്ങൾ, സാമ്പത്തിക നിക്ഷേപങ്ങളുടെ പേരിൽ ഇന്ത്യക്കാർ കബളിപ്പിക്കപ്പെടുന്നത്, കുടുംബ പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ജയിലിലായ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ളത്, നിയമപരമായ ബോധവൽക്കരണം, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലെ കാലതാമസം എന്നിങ്ങനെ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ജനറൽ സെക്രട്ടറി P. ശ്രീപ്രകാശ്, ഖജാൻജി ഷാജി ജോൺ തുടങ്ങിയവരും ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കാൻ നേതൃത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിച്ച ഫോറം വൈകിട്ട് 6 മണിക്ക് സമാപിച്ചു. സന്ധ്യ രഘുകുമാർ, സഹ്യ ന്യൂസ്, ദുബായ്. ഹജ്ജ് സീസണ് മുന്നോടിയായി സൗദി അറേബ്യയിലെ റോഡുകൾ നവീകരിക്കുന്നു. സമ്മർദ്ദനം കുറയ്ക്കുന്നതിനും സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനുമായി ജലം അടിസ്ഥാനമാക്കിയുള്ള റീസൈക്ലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൗദിയിലെ റോഡുകൾ നവീകരിക്കുന്നു. വരാനിരിക്കുന്ന ഹജ്ജ് സീസണിലെ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ നവീകരിക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യയാണ് അവതരിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിലെ തന്നെ ആദ്യത്തെ നൂതന സാങ്കേതിക വിദ്യയിലൂടെയാണ് സൗദി അറേബ്യയിലെ റോഡുകൾ നവീകരിക്കുന്നത്. റോഡിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് റോഡ് നിർമ്മാണ മേഖലയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. മക്ക, മദീന നഗരങ്ങൾക്കിടയിലും ഹജ്ജ് കർമ്മം നടക്കുന്ന സ്ഥലത്തും സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലും ഹജ്ജ് സീസൺ കാലത്ത് സാധാരണയായി റോഡുകളെല്ലാം വൻ തിരക്കിലായിരിക്കും. വാഹനങ്ങളുടെ എണ്ണവും പതിവിലുപരി വർദ്ധിക്കും. ഇതൊക്കെ കണക്കിലെടുത്താണ് റോഡുകൾ നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാനായി അധികൃതർ സദാസമയം ശ്രദ്ധയൂന്നുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പുതിയ റോഡുകൾ പണിയുന്നതും. സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. അസ്ഥിര കാലാവസ്ഥയിൽ തകരാറിലായ ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ 3 ഇന്ന് തുറന്നു. ഏപ്രിൽ 16 കനത്ത മഴയെ തുടർന്ന് അടച്ച മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് തുറന്നു. ഓൺ പാസീവ്, ഇക്വിറ്റി, മഷ്റഖ് സ്റ്റേഷനുകളിലെ ദുബായ് മെട്രോ സർവീസാണ് പുനരാരംഭിച്ചത്. എന്നാൽ എനർജി മെട്രോ സ്റ്റേഷൻ അടുത്തയാഴ്ച മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് സ്റ്റേഷനുകളുടെ പൂർണ്ണമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ അറ്റകുറ്റപ്പണികളും പരിശോധനകളും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഈ മാസം 28-നകം സ്റ്റേഷനുകൾ സാധാരണ നിലയിലാകുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിലും 9 ദിവസം മുൻപ് തന്നെ സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഏപ്രിൽ 16 റെക്കോർഡ് മഴ ദുബായ് മെട്രോ ഉൾപ്പെടെ UAE-ലെങ്ങുമുള്ള ഗതാഗത സേവനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. സന്ധ്യ രഘുകുമാർ, സഹ്യ ന്യൂസ്, ദുബായ്. അബ്ദുൾ റഹീമിന്റെ മോചനം. ഗവർണറേറ്റിന്റെ നിർദ്ദേശത്തിന് കാത്ത ഇന്ത്യൻ എംബസി പണം കൈമാറുക സർട്ടിഫൈഡ് ചെക്കായി. അബ്ദുൾ റഹീമിന്റെ മോചന നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി പ്രതിനിധികളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. എംബസിയും സഹായ സമിതിയും പണം നൽകാനുള്ള ഗവർണറേറ്റിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ദയാദിനം കുടുംബത്തിന് കൈമാറുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകണമെന്ന് സഹായ സമിതി അഭ്യർത്ഥിച്ചു. പണം സർട്ടിഫൈഡ് ചെക്കായി കുടുംബത്തിന് നേരിട്ടുള്ള അക്കൗണ്ടിലാണോ കൈമാറേണ്ടത് അതോ കോടതിയുടെ അക്കൗണ്ടിലേക്കാണോ നൽകേണ്ടത് എന്ന് ഗവർണറേറ്റ് രേഖാമൂലം ഇന്ത്യൻ എംബസിയെ അറിയിക്കും. ഇക്കാര്യത്തിൽ ഗവർണറേറ്റിന്റെ അറിയിപ്പുണ്ടായാൽ
ഉടൻ ദയാദനമായ 15 മില്യൺ സൗദി റിയാൽ റഹീമിന് സമാഹരിച്ച തുകയിൽ നിന്നും ട്രസ്റ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറും. തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് നൽകും. ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും. പിന്നീട് ഇരുവിഭാഗത്തിന്റെയും വക്കീലന്മാർ കോടതിയുടെ സമയം മുൻകൂട്ടി വാങ്ങി ഹാജരാകും. സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈറ്റ് കൊച്ചി സെക്ടറിലേക്ക് ജൂൺ മുതൽ ആഴ്ചയിൽ 3 സർവീസ് ആരംഭിക്കുന്നു. കുവൈറ്റ് പ്രവാസികൾക്ക് ആശ്വാസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ജൂൺ മുതൽ ആഴ്ചയിൽ കുവൈറ്റിലേക്ക് കൊച്ചിയിൽ നിന്നും തിരിച്ചും 3 സർവീസുകൾ ഉണ്ടായിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്നും കുവൈറ്റിലേക്ക് ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലുമാണ് സർവീസ്. ജൂൺ 3 മുതൽ ഈ സർവീസുകൾ ആരംഭിക്കും. മധ്യവേനലവധിക്ക് ഭൂരിപക്ഷം ജനങ്ങളും നാട്ടിലേക്ക് തിരിക്കുന്ന ഘട്ടത്തിൽ ആരംഭിക്കുന്ന വിമാനം പ്രവാസികൾക്ക് വളരെ ആശ്വാസമാകും. നിലവിൽ കണ്ണൂർ, കോഴിക്കോട് സെക്ടറുകളിൽ നിന്ന് മാത്രമാണ് കുവൈറ്റിൽ നിന്നും എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. കൊച്ചിയിലേക്ക് സർവീസ് നീട്ടുന്നതോടെ എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകും. വേനൽക്കാല ടിക്കറ്റ് നിരക്കുകൾ 70 ദിനാർ മുതൽ ലഭ്യമാണ്. ജൂൺ 10 മുതൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളും ലഭ്യമാണ്. സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. UAE വിദേശയാത്രകൾക്കായി UAE നിവാസികൾ ഈ വർഷം 12,000 കോടി ചിലവഴിക്കുമെന്ന് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ. 2024 UAE നിവാസികളുടെ വിദേശയാത്രാ ചെലവ് 120 ബില്യൺ ദിർഹത്തിലെത്തുമെന്ന് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇത് 115.7 ബില്യൺ ദിർഹമായിരുന്നു. 2018 ശേഷം വിദേശയാത്രാ ചെലവിൽ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് ഈ വർഷമായിരുന്നു. 2023 വിദേശയാത്രാ ചെലവ് കോവിഡ് പകർച്ചവ്യാധിക്ക് മുമ്പത്തിനേക്കാൾ ഏകദേശം 10% വർദ്ധിച്ചു. UAE പൗരന്മാർക്കും താമസക്കാർക്കും ഏറ്റവും ജനപ്രിയമായ വിദേശയാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയും കൗൺസിൽ വെളിപ്പെടുത്തി. ഏറ്റവും പ്രചാരമുള്ള സ്ഥലം സൗദി അറേബ്യയാണ്. 27% യാത്രക്കാരുടെ ലക്ഷ്യസ്ഥാനം സൗദിയായിരുന്നു. ഒമാൻ, UK എന്നിവയാണ് 2-3 സ്ഥാനത്തുള്ളത്. ഫ്രാൻസ്, ഇറ്റലി എന്നിവയാണ് തുടർന്നു വരുന്നത്. വിദേശയാത്രയിലെ വളർച്ചയ്ക്ക് നിരവധി ഘടകങ്ങളുണ്ട്. ശമ്പളത്തിലും ജീവിത നിലവാരത്തിലുമുള്ള വർധനവ്, ശക്തമായ ബന്ധങ്ങൾ, എമറാത്തി പാസ്പോർട്ടിന്റെ കരുത്ത്, UAE താമസക്കാർക്ക് അവരുടെ ദേശീയത പരിഗണിക്കാതെ വിസ ലഭിക്കുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ പ്രധാനമാണ്. പാൻഡമിക് നിയന്ത്രണങ്ങൾ റദ്ദാക്കിയത് കൂടുതൽ പൗരന്മാരെയും താമസക്കാരെയും യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.